ശ്രദ്ധിക്കുക. മാർക്ക് ചാപ്റ്റർ 3 വേഴ്സ് 35 വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. യെസ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറയുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അടുത്തത് വായിക്കുന്നു 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 16, 17, 18. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവ ഇഷ്ടം. അവിടെയും പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്. എപ്പോഴും 16 വായിക്കുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ റിജോയ്സ് ചെയ്യുവിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തയേശുവിലുള്ള ദൈവത്തിന്റെ ഇഷ്ടം. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുവിൻ, പ്രാർത്ഥിക്കണം, സന്തോഷിക്കണം. എല്ലാറ്റിനും ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വായിച്ച ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ 136-ാം സങ്കീർത്തനം മുഴുവനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വായിച്ച ദൈവത്തിന് ഇടപെടാതെ സ്തോത്രം ചെയ്യുവാൻ, അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. 136-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, കർത്താവിന് സ്തോത്രം ചെയ്യും, അവന്റെ ദയ എന്നേക്കുള്ള. ഈ ദൈവത്തിന് നന്ദി കരട്ടെ. ദൈവത്തിന് നമ്മെ കുറിച്ച് ഇഷ്ടം. ദൈവത്തിന് നമ്മൾ സ്തോത്രം അർപ്പിക്കുന്നവരായി നമ്മുടെ ജീവിതം മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദേവാദി ദേവന്, കർത്താവിന്, രാജാദി രാജാവിന്, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം അർപ്പിക്കുന്നവരായി നമ്മുടെ ജീവിതം മാറണം. ഇനി 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 4-ാമത്തെ വാക്യം, എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ദൈവത്തിന്റെ ഒറ്റയ്ക്ക് ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഏകനായി ഒറ്റയ്ക്ക് ഇറങ്ങി നിന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽ സകലരോടും ദൈവാത്മാവ് സംസാരിക്കുന്നത്, നമ്മൾ ഏത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നത്? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. അതിന്റെ അർത്ഥം നമ്മുടെ കൂടെ ആരുമില്ലെങ്കിലും, എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും, ദൈവം ഒറ്റയ്ക്ക് നിന്റെ അനുകൂലമായി നിനക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മതി. നിനക്ക് ഏകനായി എൻ്റെ ദൈവം മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവം ഒറ്റയ്ക്കാണെങ്കിലും, ഹല്ലേലൂയ, ആ ഒറ്റയ്ക്ക് നിന്ന്, ഹല്ലേലൂയ, നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഈ കാണുന്ന മനോഹരമായ സകല ഭൂമിയെ, സകല ചരാചരങ്ങളെ എൻ്റെ ദൈവം ഒറ്റയ്ക്കുളവാകട്ടെ എന്ന് പറയുന്ന ഒറ്റ വാക്കിനാൽ എൻ്റെ ദൈവം സകലത്തെ സൃഷ്ടിക്കാമെങ്കിൽ, ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയുന്നു, ഈ 3-ാം മാസത്തിന്റെ തുടക്കത്തിൽ നിന്റെ ജീവിതത്തിന് ഒറ്റ വാക്ക് മതി. എൻ്റെ ദൈവം ഏകനായി നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ വിശ്വസ്തനാണ്. കരമടിച്ച ദൈവത്തിന് മഹത്വകര ചെയ്യേ. ലേഖാത രാധത ശിവത്തര റിഗടരഗദിയന്തര ലേഖന റബത്തര റിബാല ബൗശംധര ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സുവിശേഷങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഒരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. കുറച്ച് അപ്പവും മീനും കൊണ്ട് അനേകർക്ക്, ആയിരങ്ങൾക്ക്, ഹല്ലേലൂയ, വിവാഹിച്ചു കൊടുത്ത് നിറഞ്ഞ് അനേക കൊട്ടകൾ നിറച്ചെടുത്ത് ഒരു സമയമായപ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പടകെടുത്ത് അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. ഹല്ലേലൂയ. അങ്ങനെ അവരെ, ഹല്ലേലൂയ, അക്കരയ്ക്ക്, ഹല്ലേലൂയ, പറഞ്ഞയച്ചു.
പക്ഷെ യേശു കർത്താവ് ഏകനായി ഹല്ലേലൂയ കരയിൽ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒരു പുരുഷാരം കൂട്ടം ശിഷ്യന്മാര് പടകെടുത്ത് മുന്നോട്ട് പോയി. ഹല്ലേലൂയ യേശു കർത്താവ് കരയിൽ മലമുകളിൽ പ്രാർത്ഥിപ്പാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. പക്ഷേ യാത്ര തിരിച്ച ഹല്ലേലൂയ ശിഷ്യന്മാർക്ക് പറ്റിയത് അതിശക്തമായ കാറ്റടിച്ചു. ഹല്ലേലൂയ തിരകൾ തെള്ളി പടക് മുങ്ങുമാറുന്ന അവസ്ഥയായി. അവരെ കൊണ്ടാവുന്ന രീതി തണ്ടു വലച്ചു, എങ്ങനെങ്കിലും പിടിച്ചു നിർത്താൻ നോക്കി. പക്ഷെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ഇതുപോലെ ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയ്ക്കകത്ത് ഏതെങ്കിലുമൊക്കെ അനുഭവത്തിനകത്ത് നിനക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിന്റെ ഇരുട്ടും ജീവിതത്തിന്റെ കാറ്റും അടിക്കുന്നെങ്കിൽ നിന്നോടൊരു ദൂത് പറയുന്നു. ആരാ നിന്നോട് ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞെന്നറിയാമോ? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. ഓ ജീസസ്. ഇന്ന് പകൽ ചിലതിനോട് ഉറപ്പിച്ച് ദൈവം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച കാറ്റുകളോ നീ അനുഭവിച്ച കോളുകളോ നിന്റെ ജീവിതമാകുന്ന പടക് മുങ്ങുന്ന പോലത്തെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിലോ. ശിഷ്യന്മാര് യാമങ്ങൾ മുന്നോട്ട് പോയി. 1-ാം യാമമായി, 2-ാം യാമമായി, 3-ാം യാമമായി. ഒരു പ്രതീക്ഷയ്ക്കും ഒരു വകയും കാണുന്നില്ല. അടുത്ത മണിക്കൂറുകളിൽ തകർന്നു വീഴുന്ന ഒരു അനുഭവം. 3-ാം യാമവും കഴിഞ്ഞു. അതായത് 12 മണി, രാത്രി 12 മണി തൊട്ട് 3 മണിയുള്ള സമയം കഴിഞ്ഞു. വെളുപ്പിന് 3 മണിയായി. ഹല്ലേലൂയ. സന്ധ്യാസമയത്ത് യാത്ര തിരിച്ചവരാകാം. അവരുടെ ജീവിതത്തിൽ അതുപോലത്തെ പ്രതിസന്ധി അനുഭവിക്കുന്നു. പക്ഷെ ഒരു കാര്യം ചിലരോട് ദൂത് പറയുന്നു, നിന്നോട് പോകാനെന്ന് പറഞ്ഞത്, നിന്നോട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത്, നിന്നെ വിളിച്ചിറക്കിയത് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു കർത്താവ് ഏകനായി അവിടെ ഇരുന്നു. പക്ഷേ അവര് ചിന്തിച്ച് ഇനി ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ആരുമില്ല. കാരണം ഉള്ള പടകെടുത്തോണ്ട് ഞങ്ങൾ വന്നു. ഇനി യേശുവിന് വരണമെങ്കിലും പടക് വേണ്ടേ, എങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരും? പക്ഷേ 4-ാം യാമത്തിൽ അവരൊരു കാഴ്ച കാണുക. 3 യാമവും കഴിഞ്ഞു. 4-ാം യാമത്തിൽ ചിലരോട് ദൂത, ഈ 3-ാമത്തെ മാസവും കഴിയുന്നു. നിന്റെ ജീവിതത്തിൽ ചിലരോടൊരു ദൂത് പറയാ, ഇത് തീരും മുമ്പേ. ചില ഹൃദയത്തോട് ദൈവം ഉറപ്പിക്കുക, നിന്റെ പടക് മുങ്ങത്തില്ല, നിന്റെ ജീവിതയാത്ര തകരത്തില്ല. നീ ഒറ്റയ്ക്കെന്ന് തോന്നിയാലോ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ 4-ാം യാമത്തിൽ ഇറങ്ങും. ഞാൻ ചിലരോട് ദൂത് പറയാ, ഹല്ലേലൂയ, എന്റെ കർത്താവ് നടന്നടുത്തു വന്നു. അവര് ചിന്തിച്ചു ബോട്ട് വേണം, വള്ളം വേണം, പടക് വേണം. പക്ഷേ നീ ചിന്തിച്ച വരികളൊന്നും വേണ്ട. എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. The power of God is filling. ചിലരെ ദൈവം തൊടുകയാണ്. ഇന്നത്തെ മീറ്റിംഗ് ചിലരെ തൊടുകയാണ്. എന്തോ വ്യത്യസ്തമായ ദൈവമാണ് ചെയ്യുകയാണ്. ദൈവം പറയുന്നു, കുറച്ചു നാളായി പേടിച്ച ചില വിഷയം നീ വല്ലാതെ ഭയപ്പെടുന്നു. അത് നിന്റെ ശരീരമാകട്ടെ, കുടുംബത്തിന്റെ അവസ്ഥയാകട്ടെ. പക്ഷെ നീ പേടിക്കുന്ന വിഷയത്തിന് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. ഈ സ്റ്റേജ് മുതൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം എന്നിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് മോനെ 136 10 തൊട്ടൊന്ന് വായിച്ചേ. 10, 11, 12. മിസ്രൈമിലെ കടഞ്ഞൂരുകളെ സംഹരിച്ചവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. അടുത്ത 11. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവനെ, മിസ്രൈമിന്റെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ. കണ്ടോ എങ്ങനാ? ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ട്. 12, 11. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ നിന്നും ആരുടെ? മിസ്രൈമിന്റെ പിടിച്ചു വെച്ച 400-ൽ പരം 30-ൽ പരം വർഷത്തെ പിടിച്ചു വെച്ചതിന്റെ അകത്ത് നിന്നും ഇസ്രായേലിനെ പുറപ്പെടുപ്പിച്ചു. അതിന്റെ അർത്ഥം നീ സ്തോത്രം ചെയ്തോ, നിന്നെ ചില വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം പുറത്തു കൊണ്ടുവരും. പുറത്തു കൊണ്ടുവരും. ഈ 3-ാം മാസം മുതൽ നിന്നെ നിന്റെ കൂടാരത്തെ
ചില ഇരുട്ടിന്റെ വിഷയത്തിൽ നിന്നും പോരാട്ടത്തിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവം ഇത് നിന്നോട് രണ്ട് ദൂത് പറയാ. ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. പിടിച്ചു വെച്ചേ കണ്ടോ, നീട്ടിയ ഭുജം കൊണ്ടും ബലത്തിന്റെ കരം കൊണ്ടും ദൈവം പുറത്തു കൊണ്ടുവന്നു. എന്തൊക്കെ ശത്രു പിടിച്ചു വെച്ചാലും എന്റെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായതുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരും. അസമാധാനം നിറഞ്ഞ നിന്റെ വീടിനെ പുറത്തു കൊണ്ടുവരും. രോഗത്തിന്റെ ബാധയുള്ള നിന്റെ ശരീരത്തെ സൗഖ്യത്തോടെ പുറത്തു കൊണ്ടുവരും. നിന്നെ ഇട്ട് ഞെരുക്കുന്ന ചില വിഷയമുണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ചിലരോട് പറയാം, വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് വരാനുള്ളതും ഈ ദേശം ഇതിന് രണ്ട് ദൂത ദൈവം സംസാരിക്കുന്നത് അതിശക്തമായിട്ട്. ഇത് ഇനിയുള്ള മിനിറ്റ് പറയുന്നത് ഏറ്റെടുത്തോ, ഇത് സംഭവിക്കാൻ പോകുന്ന സംഭവമാണ്. ഇത് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുപ്പിച്ചവനെ ഈ പുറത്തു കൊണ്ടുവരാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ദേശത്ത് ദൈവം കുറെ ബാധകൾ അയച്ചിട്ട് ഈ ഫറവോൻ വിടത്തില്ല. മൂന്നാമത്തെ നാലാമത്തെ ബാധ വന്നങ്ങ് കഠിനമായപ്പോ ലാസ്റ്റ് ഫറവോൻ പറയാ, പൊയ്ക്കോ, മരുഭൂമിയിലെ കുറച്ചു വരെ ആരാധിച്ചിട്ട് വീണ്ടും തിരിച്ചിങ്ങി വാ, ഇച്ചിരി റിലീസ് തരാം, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ആശ്വാസം തരാം, വേണമെങ്കിൽ അവിടം വരെ ഒന്ന് പോയി ആരാധിച്ചിട്ട് തിരിച്ചു വീണ്ടും വരുക, എന്നാലും പിടിച്ചു വെച്ചേക്കുക. ഇന്നുപോലെ പ്രാർത്ഥിക്കണം. ചില സമയത്ത് വലിയ കുഴപ്പമില്ല, ഇച്ചിരി ഒന്ന് റിലീസ് കിട്ടും, വീണ്ടും ചിലത് കയറി പിടിച്ചിരിക്കുക. പക്ഷെ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവം. പ്രിയരെ, പുറപ്പാട് 8 കിടപ്പുണ്ട്. പുറപ്പാട് 8:28 പറയുന്നുണ്ട്, ഫറവോൻ പറയുന്നത്, പൊയ്ക്കോ, മരുഭൂമിയിൽ കുറച്ചു ദൂരം മാത്രം പോയി ആരാധിച്ചിട്ട് തിരിച്ചിങ്ങി വരാൻ. എന്നാലും പൂർണ്ണമായിട്ട് പുറത്തു കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല, നീ കുറച്ച് പൊയ്ക്കോ. പക്ഷെ വീണ്ടും അടിമത്തി വന്നു. പിന്നീട് താഴോട്ട് വയ്ക്കുമ്പോ 10 ബാധകൾ വരുമ്പോ 10-ാം അധ്യായത്തിൽ വരുമ്പോ വീണ്ടും ബാധകൾ വധിച്ചോ. വീണ്ടും ഫറവോൻ പറയാം, ശരി, ഒരു കാര്യം ചെയ്യും, പുരുഷന്മാര് പോയി അങ്ങ് ആരാധിച്ചോ, ബാക്കി മൃഗവും ബാക്കി എല്ലാരും ഇവിടെ ഇരിക്കട്ടെ, വീട്ടിന്റെ പകുതിയെ വിട്ടു തരാം, പകുതി വിട്ടു തരത്തില്ല. മനസ്സിലായോ? വീട്ടിൽ എല്ലാവർക്കും ഒരു വിടുതലാവത്തില്ല, പകുതിക്ക് വിടുതൽ, പകുതിക്ക് വിട്ടു തരാം അല്ല. പക്ഷെ 12-ാം അധ്യായമായപ്പോ സംഹാരദൂതൻ ഇറങ്ങി, ദൈവദൂതൻ ഇറങ്ങിയെന്ന്, ദൈവത്തിന്റെ കരമിറങ്ങി. കരമിറങ്ങിയപ്പോൾ അന്ന് രാത്രി, ഹല്ലേലൂയ, നിങ്ങൾ ആ വാക്ക് സമയത്തിന് ഇതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വീട്ടിൽ നിന്ന് വായിച്ച പുറപ്പാട് 12 കിടപ്പുണ്ട്. ഫറവോൻ മോശെ അഹരോനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, പൊയ്ക്കോ പൊയ്ക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, മൊത്തം പൊയ്ക്കോളാൻ പറഞ്ഞു. എല്ലാത്തിനെയും വിട്ടുതരാം, കുഞ്ഞുകുട്ടി ആവാലവിധം മൃഗസമ്പത്തും പോയി നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ മരുഭൂമിയിൽ പുറപ്പെട്ടു പൊയ്ക്കോ. എന്നിട്ട് ഹല്ലേലൂയ, അങ്ങനെ പുറത്ത് വന്നതൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ, പുറത്തു പോകുന്നതിന് മുമ്പ് മോശെ പറഞ്ഞു, ആ മിസ്രൈമിക്കാരോട് എല്ലാം അവരുടെ സ്വത്തും സ്വർണ്ണങ്ങളെല്ലാം ഇങ്ങ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇവര് പോയി ആ രാത്രി ചോദിച്ചപ്പോ അവർക്കെല്ലാം അങ്ങ് മനസ്സിലായി തോന്നി, ഇത്രയും നാളും നമ്മുടെ അടിമയായിട്ട് കിടന്നില്ല, എല്ലാം കൊടുത്തു. ഇവർക്ക് മനസ്സിലായില്ല, എല്ലാം അങ്ങ് കൊടുത്തു. ബൈബിൾ പറയുന്നു, കൊള്ള കണ്ടു കിട്ടുന്ന പോലെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. നീ ചില ദിവസങ്ങളിൽ കെട്ടപ്പെട്ടെങ്കിൽ മനസ്സിലായിക്കോണം, ഒരു നന്മയോടെ നീ പുറത്തു വരാൻ പോവുകയാണ്. നന്മയോടെ നീ പുറത്തു വരാ. ഇന്ന് ചിലരോട് ദൂത് പറയുന്നു, കുറച്ച് നാളായി നീ കെട്ടപ്പെട്ടെന്ന് തോന്നെങ്കിലും ശത്രു നിന്നെ വിടാതെ പിടിക്കുന്നെങ്കിലും ഇച്ചിരി വിടും, വീണ്ടും കയറി പിടിക്കുന്നു. എല്ലാ പിടിയും പൊട്ടിച്ചുകൊണ്ട് ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ തുറന്ന് പറ്റി പ്രാർത്ഥിക്കുമ്പോ വീട്ടിൽ ഇടയ്ക്ക് കുഴപ്പമില്ല, റിലീസ് ചെയ്ത് വീണ്ടും വരുന്നു, ആ പിടി ഇന്ന് പൊട്ടും. എന്നാ വീട്ടിൽ പകുതി പേർക്ക് അനുഭവമുണ്ട്, പകുതിയില്ല, അതും പൊട്ടാൻ പോവാ. വിടുതൽ ഇറങ്ങുമ്പോ, ദൂതൻ ഇറങ്ങുമ്പോ കൊള്ള കിട്ടിയതുപോലെ നീ പുറത്തു വരും. ചിലരോട് പറയുന്നു,
നീ അനുഭവിച്ച ബന്ധനം, നീ അനുഭവിച്ച ഒറ്റപ്പെടലിൽ നിന്ന് നന്മ കിട്ടി നീ പുറത്തു വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നന്മ നേരിട്ട് പുറത്തു വരും. നിന്നെ വിടത്തില്ലെന്ന ശത്രു വാദിക്കുന്നേ. പക്ഷെ ദൈവത്തിന്റെ കരം ചലിക്കുമ്പോ എന്റെ ദൈവമക്കളോട് പറയുന്നു, അതാ സ്തോത്രം ചെയ്യുവൻ. ഈ സാഹചര്യം ഒന്നും അത് വിഷയമല്ല, നീ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ഇന്ന് നീ ആടി ഉലയുന്ന പടകില, ദൈവത്തിന് സ്തോത്രം ചെയ്യുവേ. മൂന്നാം യാമമായി ഒന്നും കണ്ടില്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യുവേ. കഴിഞ്ഞ 430 വർഷമായിട്ട് പിടിച്ചു വെച്ചേക്ക, സ്തോത്രം ചെയ്യുവേ. ഇടയ്ക്കിടയ്ക്ക് ഒരു വിടുതലുണ്ട്, എന്നാലും വിടുതലില്ല, സ്തോത്രം ചെയ്യുവേ. നീ പുറത്തു വരുന്നൊരു സമയമുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലാകാനാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഇത് ഭയങ്കര തീ ഇതിനകത്ത് വ്യാപരിക്കുക. ദൈവിക ഉറപ്പോടാണ് ഈ ദൂതിനെ കൈമാറുന്നത്. ചില കുടുംബങ്ങൾ അത് സംഭവിക്കണം. അവരുടെ ഇടയിൽ നിന്നും ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന്റെ ഇഷ്ടം നീ സ്തോത്രം ചെയ്യുന്നവരായി തീരെ. ഇപ്പൊ മനസ്സിലായോ? ദൈവം പുറത്തു കൊണ്ടുവന്ന് ഏകനായി അത്ഭുതം ചെയ്തു. ഒറ്റയ്ക്ക് ഇറങ്ങിയതാ സംഹാരം. ഒരു രാത്രി വിടത്തിൽ എന്ന് പറഞ്ഞാൽ വിട്ടു. ഈ ഒരു കാര്യം മനസ്സിലായി, കുറെ നാളായിട്ട് പിടി മുറുക്കിയത് മനസ്സിലാക്കണം. നിനക്കൊരു വിടുതലിന്റെ സമയം, വിടുതൽ വന്ന ഒരു ഭയങ്കര നന്മയുടെ വിടുതലായിരിക്കും. ഇനി ഒരു ദൂത് പറയാം. ഈ പ്രഭാത ദൈവം സംസാരിച്ചത് പുറത്തു വരത്തില്ല, അടച്ചു വെച്ചതിനെ ദൈവം എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. ഞാൻ ഈ 3-ാം മാസത്തിൽ നിന്ന് ഒരു പ്രവചനം പറയാം. അടച്ചു വെച്ച പോലത്തെ ചില അനുഭവങ്ങളിൽ നിന്ന് ചിലത് ദൈവം പുറത്തു കൊണ്ടുവരും. മനസ്സിലാവൊരു ദൂത് പറയാം. ഹല്ലേലൂയ. പുറപ്പാട് ദിവസം 2-ാം ദൂത് എടുത്തേ. പുറപ്പാട് ദിവസം 2-ാം അധ്യായം. അവിടെ ഒരു ജനനം സംഭവിക്കുന്നത് കാണാം. മോശ കുഞ്ഞ് ജനിക്കുന്നതാണ്. പുറപ്പാട് 2:2 വായിച്ചേ. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട്, അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അവൾ സൗന്ദര്യമുള്ളവനെ കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഈ മോശ കുഞ്ഞ് എത്ര നാൾ ഒളിപ്പിച്ചു വെച്ചു? 3 മാസം ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഈ ജനിച്ച ആൺകുഞ്ഞിനെ മുഴുവൻ നൈനതിൽ എറിഞ്ഞ് കൊന്നു കളയണം. ഫറവോന്റെ കൽപ്പനയാണ്. ഒരു നിയമം വിരുദ്ധമായി നിൽക്കുക. ഒരു കൽപ്പനയുണ്ട്. ഒരു പോരാട്ടം ഉണ്ടായതുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്ക 3 മാസം. ഈ 3-ാം മാസത്തിൽ ചിലരോടുള്ള ദൂത് പറയാം. കാരണം ഇതിന് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു. അടുത്തത് 23 അല്ല 3 അവനെ പിന്നെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാതായപ്പോൾ ചിലരോട് ദൂത് പറയുന്നു, അധിക നാൾ നിൽക്കത്തില്ല, നീ പുറത്തു വരാൻ സമയമായി. ഈ 3-ാം മാസത്തിൽ നിന്നോട് ദൂത് പറയുന്നു, ഇനി അധിക നാളില്ല, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് ദൈവത്താ ചെയ്യും. കാരണം ഈ കൊച്ചിന്റെ കരച്ചിൽ ഇനി പുറത്ത് വന്നേ പറ്റൂ. ഇനി ഫറവോന് മുമ്പ് ഒളിപ്പിക്കാൻ പറ്റത്തില്ല. വീട്ടുകാരൊരു പെട്ടകമൊക്കെ വാങ്ങിച്ച് സഹോദരിയൊക്കെ നല്ല കീലൊക്കെ തേച്ച് പെട്ടൊക്കെ നല്ല സെറ്റപ്പ്. കാരണം ഈ കൊച്ചിനെ ഇട്ടിട്ട് നൈനദിലോട്ട് ഇടാൻ പോവാം, വെള്ളം അകത്തോട്ട് കയറരുത്. അതുകൊണ്ട് കൊച്ചെ എന്തെങ്കിലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അതിൻ്റെ അകത്തോട്ട് അങ്ങ് ചെയ്തു. നൈനദിലോട്ട് ഇറക്കി വിട്ടു. ഇനി പുറത്ത് വെക്കാൻ പറ്റത്തില്ല കൊച്ചിനെ, പുറത്തു വരാനൊരു സമയമുണ്ട്. നൈനദിലോട്ട് എൻ്റെ പെങ്ങള് സഹോദരി മാറി നിന്നു. ഇതിനെന്തോ സംഭവിക്കും, ബാക്കിയെല്ലാം നൈനദിൽ ചത്തു വീഴുക. പക്ഷേ ഹല്ലേലൂയ നീ പുറത്തു വരുന്നതിന്റെ അടയാളം. ഹല്ലേലൂയ ഇതുവരെ ഇല്ലാത്തൊരു സംഭവം. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് പുത്രിക്ക് അവൾ ഇത് കണ്ടപ്പോ അവൾ ആ നദിയിൽ ഈ കൊച്ചിനെ കണ്ട് എടുത്തു. ഹരി ആ വാക്ക് ശ്രദ്ധിച്ചോണം. എടുത്തു കഴിഞ്ഞപ്പോ ഹല്ലേലൂയ അവക്ക് മനസ്സിലായി എബ്രായ കുഞ്ഞാന്ന് മനസ്സിലായി. പക്ഷെ അവക്ക് കൊന്നു കളയാൻ തോന്നിയില്ല, വളർത്താൻ തോന്നി. ഹല്ലേലൂയ വളർത്താൻ തോന്നിയിട്ട് ഈ ആളെ അറിയിച്ചു കൊണ്ട്, ഞാൻ ഷോർട്ടാക്കി പറയാ, ഇതിനെ വളർത്താൻ പറ്റിയ എബ്രായ മാതാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു.
ഒരു ആരെ കൊണ്ടുവന്നു? ഈ മോശയുടെ അമ്മയെ തന്നെ കൊണ്ടുവന്നപ്പോ ഫറവോന്റെ ഹല്ലേലൂയ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പിക്കുകയാണ്, ഒരു കാര്യം ചെയ്യ്, നീ മുല കൊടുത്ത് വളർത്തിക്കോ, കാശ് ഞാൻ തരാം. നീ ഇതുവരെ അടഞ്ഞിരുന്ന എന്തിനാണെന്നറിയാമോ? അടഞ്ഞിരുന്ന അതേ വീട്ടിൽ ചില നന്മകളെ ദൈവം കൊണ്ടെത്തിക്കും. ചിലപ്പോ അമ്മയൊക്കെ ചിന്തിച്ച് എന്റെ കുഞ്ഞും എന്താണ് ഇത്ര വല്ലാതെ അടഞ്ഞിരുന്നത്, പക്ഷെ ആ മുഖാന്തരമായി നന്മ നിന്റെ വീട്ടിലെത്തും. പുറപ്പാട് 2:9 പറയുന്നു, ഫറവോന്റെ പുത്രി അവളോട്, നീ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്തി വളർത്തിക്കോണം, ഞാൻ നിനക്ക് ശമ്പളം തരാം. ഹല്ലേലൂയ. നീ അടഞ്ഞിരിക്കാൻ ഒരു സമയം ഉണ്ടെങ്കിൽ നീ പുറത്തു വരാൻ ഒരു സമയമാവും. നീ പുറത്തു വരുമ്പോ ചില നന്മ നിന്റെ വീട്ടിലേക്ക് എത്താം. എന്നിട്ട് 2:10 പൈതൽ വളർന്ന ശേഷം അതിനെ എടുത്തുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. നിന്റെ ഒരു മിനിറ്റ്, 3 മാസം ഒളിച്ചിരുന്നു. കെട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോ നന്മ വീട്ടിലെത്തി. കെട്ട് പൊട്ടിയവൻ കൊട്ടാരത്തിലെത്തി. ഇന്ന് പകൽ നീ അടഞ്ഞിരിക്കാൻ ഒരു സമയം ഉണ്ടെങ്കിൽ നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു സമയം ദൈവമുണ്ട്. നിനക്ക് ഉയർച്ച തരാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ ആരോടൊക്കെ പരിശുദ്ധമ പറയുന്നു, ഈ 3-ാം മാസത്തിൽ നീ അടയപ്പെടാനുണ്ടെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവം. കരമടിച്ച് ദൈവത്തെ മഹത്വകരട്ടെ. അല്പ മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, കഴിഞ്ഞ നാളുകളായി അടഞ്ഞിരുന്ന ചിലരോട് പറഞ്ഞു, ഈ 3-ാം മാസം നീ പുറത്തു വരാൻ പോകുക. അധിക നാൾ ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. നിനക്കായി ദൈവപ്രവൃത്തി വെളിപ്പെടും. നിനക്കായി ഉയർച്ച ദൈവം ചെയ്യും. കരമടിച്ച് ദൈവത്തിന് മഹത്വകരട്ടെ. സുവിശേഷം 3:31. എല്ലാവരും ശ്രദ്ധിച്ചോണേ. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. അപ്പൊ യേശുവിന്റെ അടുത്ത് യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു വന്ന് പുരുഷാരം അവന്റെ ചുറ്റും ഇരുന്നിരുന്നു. അപ്പൊ യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും ആരുടെ അടുത്ത് വന്നു? എല്ലാവരും ശ്രദ്ധിച്ചു. ആരെടുത്ത് വന്നു? യേശുവിന്റെ അടുത്ത്. പക്ഷെ യേശുവിന്റെ അടുത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ചെല്ലാൻ പറ്റില്ല. കാരണം എന്താ? പുരുഷാരം അവന് ചുറ്റും ഇരുന്നിരുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്നും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വെളിയിൽ നിന്നൊരു വാർത്ത കിട്ടി. യേശുവിനോട് പറഞ്ഞു, യേശു കർത്താവേ, നിന്റെ മദറും നിന്റെ സഹോദരങ്ങളും പുറത്തു വന്ന് നിന്നെ അന്വേഷിക്കും. നിന്റെ അടുത്ത് വരാൻ പറ്റില്ല. ഞങ്ങളെല്ലാം ഭയങ്കര ബഹുപുരുഷാരം ശിഷ്യന്മാരാ. പുറത്തു വന്ന് നിന്നെ എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്നു എന്ന്. അതിനടുത്തത് അവൻ അവരോട്, എന്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് യേശു ഒരു ചോദ്യം ചോദിക്കുക. എന്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് തന്റെ ചുറ്റും ആ പാദപീഠത്തിൽ തിരുവാമൊഴി കേൾക്കുന്ന സമൂഹത്തെ നോക്കിയിട്ട് യേശു പറയാണ്, എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ തന്നെ. 35 ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. ചുറ്റും നിൽക്കുന്ന ഉപമകൾ കേൾക്കുന്ന തിരുവചനം കേൾക്കുന്ന ജനത്തെ നോക്കി, കൂടെ കുറച്ച് മണിക്കൂറായി ഇരിക്കുന്നവരെ നോക്കി പറയാണ്, ഇതാണ് എന്റെ അമ്മയും എന്റെ സഹോദരൻ. എന്നിട്ട് ഒന്നുകൂടെ പറയുന്നു, എന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ദൈവം 1-ാം സ്ഥാനം കൊടുക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നതാണ്. ദൈവ ഇഷ്ടം ചെയ്യുന്നവനെ ദൈവം കാണുന്നത് ദൈവ കുടുംബത്തിന്റെ അംഗം പോലെ, ഫാമിലി മെമ്പർ പോലെ. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുന്ന ഒരു പൈതലിനെ ദൈവം കാണുന്നത് അമ്മയും സഹോദര കുടുംബാംഗം പോലാണ് ദൈവം കാണുന്നത്. അപ്പൊ ഇന്ന് പകൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മുടെ ലൈഫിൽ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിരിക്കും. വിൽ ഓഫ് ഗോഡ്. അവരൊക്കെ പറ, ദൈവ ഇഷ്ടം. ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ആ 1-ാം സ്ഥാനം കൊടുക്കുന്നവർ ആണ് അവർ ദൈവത്തിന്റെ ഫാമിലി മെമ്പറാണ്.
ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളാണ്. നമ്മളൊരു കാര്യം സത്യം മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകന്നിരിക്കുന്ന ഒരു ദൈവമല്ല, വിദൂരതകളുടെ ദൈവമല്ല. മറ്റിടത്തെല്ലാം നോക്കുമ്പോൾ ദൈവവും ഭക്തരുമാണ്. ക്രിസ്തീയ അനുഭവത്തിന്റെ പ്രത്യേകത, ഈ നല്ല കർത്താവിന്റെ പ്രത്യേകത, അവന്റെ സന്നദ്ധി വരുന്നവർ അപ്പനും മക്കളുമാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റേതെല്ലാം ഭക്തിയോടെ നിൽക്കുന്ന ഭക്തരാ ഒരു ദൈവം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രത്യേകത സ്വർഗത്തിലെ അപ്പനും നമ്മളും മക്കളും. അതാ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കിട്ടുന്ന ഗുണം. അപ്പം കർത്താവ് പറയും എന്റെ ഇഷ്ടം. അവരൊന്നും ഈ സഹോദരങ്ങൾ നിൽക്കുന്നു, അമ്മയും സഹോദരങ്ങളെ വേണ്ട എന്നുള്ള അനുഭവത്തിലല്ല ഈ പറയുന്നത്. അത് ഈ വചനം വിവേചിക്കണമെന്ന് പറയുന്നത്. അവിടെ പറയുന്നതിന്റെ അർത്ഥം ഇതാ, എന്റെ കൂടെ ഇരിക്കുന്ന കണ്ടോ, അവരാണ് എനിക്ക് വേണ്ടപ്പെട്ടവർ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി, യേശു ആ കാര്യം പറയുന്നെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം, വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഡിസയർ, ആഗ്രഹം, അത് ചെയ്യുന്നവനെ ദൈവം എന്തുകൊണ്ടാ കാണുന്നേ? പറ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞും യേശുവിനെ സ്വീകരിച്ചതും അവന്റെ കൽപ്പനയായ സ്നാനം എടുത്തതും ദൈവം എങ്ങനെ നിങ്ങളെ കാണുന്നേ? പറ. ദൈവത്തിന്റെ മക്കള്. അവനൊരു വാക്ക് പറഞ്ഞ് നമ്മൾ ഇന്നൊരു സ്റ്റെപ്പ് വെക്കുമ്പോ നമ്മൾ അവന്റെ കുടുംബ, ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. എഫേസ്യർ 5:17 പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഒരിക്കൽ കൂടെ വായിക്കുന്നു, എഫേസ്യർ 5:17, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അപ്പം കർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ആരാ? ബുദ്ധിഹീനർ. ദൈവ ഇഷ്ടം മനസ്സിലാക്കുന്നവർ ബുദ്ധിഹീനരല്ല, ബുദ്ധിയുള്ളവനാ. ഇപ്പൊ ബുദ്ധിഹീനരാകാതെ ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു. ദൈവത്തിന് നമ്മെ കുറിച്ച് ഇഷ്ടമുണ്ട്. പക്ഷെ ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ എല്ലാ പ്രശ്നവും ഇരിക്കുന്നതും നമ്മുടെ മൈൻഡിൽ, നമ്മുടെ സോളിലാണ്, ചിന്താമണ്ഡലങ്ങളിലാണ്. അവിടെ ഒരു മാറ്റം വരാതെ ആത്മാവിൽ ലഭിച്ച ദൈവേഷ്ടത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ദൈവം സംസാരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ ചിന്തകളും ഇമോഷൻസും നമ്മുടെ സോളും നമ്മുടെ ജഡമണ്ഡലങ്ങളും നമ്മളെ അനുവദിക്കത്തില്ല. അവിടെ ചെയ്താലേ ഈ കൈ കൊണ്ട്, വാ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ദൈവ ഇഷ്ടം പുറത്തു വരത്തുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പുറത്താണ് ഈ ബോഡി. അതിൽ കൂടെ നമ്മുടെ കൈ ചലിക്കണമെങ്കിൽ, നമ്മളത് പ്രവർത്തിക്കണമെങ്കിൽ, നമ്മൾ പറയണമെങ്കിൽ, ചെയ്യണമെങ്കിൽ, ദൈവേഷ്ടം നടക്കണമെങ്കിൽ അകത്ത് കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ദേഹി ചിന്താമണ്ഡലങ്ങൾ വിട്ടുകൊടുക്കണം. എങ്കിലേ ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അതാണ് റോമർ 12:1-2 വാക്യം ഒന്ന് വായിച്ച. റോമർ 12:1-2 വാക്യം. റോമർ 12:1-2 വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇനി 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ എന്തോ ചെയ്യണം? മൈൻഡ് പുതുക്കി റിന്യൂ ചെയ്ത് രൂപാന്തരപ്പെടണം. മനസ്സിനൊരു പുതുക്കം വേണം. മനസ്സിനൊരു പുതുക്കം വേണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാലേ നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം നമുക്ക് തിരിച്ചറിയത്തുള്ളൂ, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവേഷ്ടത്തിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഭക്തന്റെ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മോനെ, ആ സ്ക്രീനിൽ ആ വചനം ഒന്ന് കാണിക്കണം. 143-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് എടുക്കണം. സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്യണം. 143-ാം സങ്കീർത്തനം 10-ാം വാക്യം. കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച്. Psalms 143:10. എല്ലാവരും ബൈബിൾ തുറന്നേ, എല്ലാവരും എടുത്തേ. ഹല്ലേലൂയ. ആ വചനത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. 143:10. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. കണ്ടേ, എന്ത് മനോഹരമായ ഒരു പ്രാർത്ഥന, ആഗ്രഹം. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ
പഠിപ്പിക്കണമേ. സങ്കീർത്തനക്കാരൻ പറയാം, ദൈവമേ നിന്റെ ഇഷ്ടം വിൽ ചെയ്യാൻ എന്നെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ടീച്ചർ, എന്നെ പഠിപ്പിക്കണം. നീ എന്റെ ദൈവമാകുന്നു. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. എന്റെ ആത്മാവിന്റെ നല്ല വഴിയിൽ നടത്തുമാറാകട്ടെ. ദൈവേഷ്ടം എന്നും നല്ല നിലത്തിൽ നമ്മെ നടത്തും. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. നമ്മുടെ ഇഷ്ടമുണ്ട്, നമ്മുടെ വിചാരങ്ങളുണ്ട്, അതിനേക്കാൾ ദൈവത്തിന്റെ ഇഷ്ടം. 1 തെസ്സലോനിക്കർ 4:3 ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ 1 തെസ്സലോനിക്കർ 4:3 ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കണ്ടോ, എന്താ ദൈവ ഇഷ്ടം? നമ്മൾ പറഞ്ഞു, 1 സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഇഷ്ടം. അടുത്തത് ദൈവത്തിന്റെ ഇഷ്ടം എന്താ? നമ്മുടെ ശുദ്ധീകരണം തന്നെ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. 1 പത്രോസ് 2:15 1 പത്രോസ് 2:15 ബൈബിൾ പറയുന്നു, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടം ആകും. 1 പത്രോസ് 2:15 കേട്ടോ, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാകും. ദൈവ ഇഷ്ടം കണ്ടോ, നന്മ ചെയ്യണം, ചിലതിന്റെ ഭോഷത്വം ഇല്ലാതാക്കണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പം സന്തോഷിപ്പിന്, ഇടപെടാതെ പ്രാർത്ഥിപ്പിന്, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. നമ്മൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത ചിലതിന്റെ ആ ഭോഷത്തെ ഇല്ലാതാക്കാൻ, അതും ദൈവത്തിന്റെ ഇഷ്ടം നമ്മെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കും. ഈ ഒത്തിരി വചനം പഠിക്കുമ്പോൾ ഒത്തിരി ഭാഗത്ത് ദൈവത്തിന്റെ ഇഷ്ടം നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ദൈവത്തിന്റെ ഇഷ്ടം 1 തീമോഥെയോസ് 2:2 മുതൽ 4 വരെ ഒന്ന് എടുത്തേ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 1 തീമോഥെയോസ് 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 Timothy chapter 2 verse 2-4. വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ച് ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണ്. ഇനി 4-ാമത്തെ വാക്യം, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ശ്രദ്ധിച്ചേ, 2 തീമോഥെയോസ് 2:4 പറയുന്നു, എല്ലാവരും എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. അടുത്തത്, രക്ഷ പ്രാപിച്ചാൽ മാത്രം മതിയോ? സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ, അതിന്റെ പരിജ്ഞാനത്തിൽ എത്താനും ദൈവം എന്ത് ചെയ്യുന്നു? ഇച്ഛിക്കുന്നു. അപ്പൊ ദൈവം ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. എന്നിട്ട് പരിജ്ഞാനത്തിൽ എത്താൻ ദൈവം ഇച്ഛിക്കുന്നു. അതിൽ വളരണം. അതാ 2 പത്രോസ് 3:18 എഴുതുന്നവർക്ക് എഴുതുമോ? 2 Peter 3:18 2 പത്രോസ് 3:18 കൃപയിലും നമ്മുടെ കർത്താവായ കർത്താവും രക്ഷിതമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. കാരണം നമ്മൾ വളരണം, ആ പരിജ്ഞാനത്തിൽ വളരണം. ദൈവത്തിന് ഇഷ്ടം ഉറക്കെ പറ, വളരണം. അവ രക്ഷ പ്രാപിക്കുക മാത്രമല്ല, സകല പരിജ്ഞാനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? വളരാൻ ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കും. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, ഇന്നത്തെ മെസ്സേജ് ഇതാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറുക. ദൈവത്തിന് നമ്മെ കുറിച്ച് ഇഷ്ടമുണ്ട്. നമ്മൾ ഇത്രയും കുറെ ദൈവ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി. നമ്മൾ വളരാൻ, രക്ഷ പ്രാപിപ്പാൻ, ആ പരിജ്ഞാനത്തിലെത്താൻ, വിശുദ്ധീകരണം പ്രാപിപ്പാൻ, നന്മ ചെയ്യാൻ, സ്തോത്രം ചെയ്യാൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, എല്ലാത്തിനായി സന്തോഷിപ്പാൻ ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ മനസ്സ് പുതുക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനൊരു പുതുക്കം ഉണ്ടാവണം. മനസ്സിന് പുതുക്കം ഇല്ലെങ്കിൽ ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. നന്മ ചെയ്യാൻ തോന്നത്തില്ല, ശുദ്ധീകരണത്തിന് നമുക്ക് തോന്നത്തില്ല, വളരാൻ തോന്നത്തില്ല. മനസ്സാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ആ മനസ്സ് പകരം പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നവരായി മാറും. ആവർത്തന പുസ്തകത്തിൽ ദൈവം ചോദിക്കുന്നു, ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല, പൂർണ്ണ ഹൃദയത്തോടെ എന്റെ ഇഷ്ടം അനുസരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകുക മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ആവർത്തനം 10:12 കിടപ്പുണ്ട്.
ഇസ്രായേലെ, ദൈവത്തെ ഭയപ്പെടുക, അവന്റെ വഴി നടക്കുകയും അവനെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ ആജ്ഞാപിക്കുന്ന അല്ലാതെ വേറെ എന്തോ ചെയ്യണം. എന്താ ദൈവം ചോദിക്കുന്നേ? ആവർത്തനം 10:12 താഴോട്ട് കിടപ്പുണ്ട്. വേറെ ഒന്നും ദൈവം ചോദിക്കുന്നില്ല. നീ അവന്റെ വഴി നടക്കുന്നത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഒരു വാക്ക് ചെയ്യുക. പ്രാർത്ഥനയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ മത്തായി 7:21 വായിച്ചു. എന്നിട്ട് 21 വായിച്ചിട്ട് 23 മുതൽ മത്തായി 7:21 വായിച്ചു. മത്തായി 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇനി 23. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീനെന്നു. ആദ്യം തൊട്ട് വായിച്ചോ, കംപ്ലീറ്റ് ചെയ്ത് വായിച്ചോ. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അന്ന് ഞാൻ അവരോട് ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീനെന്ന് തീർത്തും പറയും. ശ്രദ്ധിച്ചേ, ഇതെല്ലാവരും ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 21 വായിച്ചു. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഏവരുമല്ല, സ്വർഗത്തിൽ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്നിട്ട് 23 പറയാം, അന്നാളിൽ ഞാൻ ഇവരെ അറിയുന്നില്ല എന്ന് പറയും. അന്നാളിൽ എന്ന് പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് ഡേ ഉണ്ട്. സകലരും ദൈവത്തിന്റെ സിംഹാസനത്തിൽ ന്യായാസനത്തിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ ഒരു ശോധനയുണ്ട്. അവിടെ റിലീജിയസ് മതപരമായ ജീവിതത്തിനല്ല പ്രാധാന്യം, റിലേഷൻ ലൈഫ്, വ്യക്തിബന്ധത്തിനാണ് പ്രാധാന്യം. നമുക്ക് ഈ ഭൂമിയിൽ മതപരമായി ജീവിക്കാം. സൺഡേ വരുന്നു, ആരാധിക്കുന്നു, സ്നാനപ്പെട്ടു, കാര്യങ്ങൾ ചെയ്തു, ഓഫറിംഗ് കൊടുത്തു ജീവിക്കാം. കർത്താവേ കർത്താവേ അല്ല, അത് റിലീജിയസ് ലൈഫാണ്, മതപരമായ ജീവിതം. പക്ഷെ അന്നാളിൽ ഒരു ദിവസമുണ്ട്, ഒരു ജഡ്ജ്മെന്റ് ഡേയിൽ ഇത് വേർതിരിയാൻ പോവാ. ദൈവം ആഗ്രഹിക്കുന്നത് മതപരമായ റിലീജിയസ് ലൈഫ് അല്ല, റിലേഷൻ ലൈഫാണ്. അവനെ സ്വീകരിച്ച് അവന്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. സകലരോട് പറഞ്ഞു, ഈ ലോകം മുഴുവൻ അറിയേണ്ട, സകല ക്രൈസ്തവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ശബ്ദമാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ. കാരണം അന്നാളിൽ ഒരു നാള് വെച്ചിട്ടുണ്ട്, ഒരു ജഡ്ജ്മെന്റ് ഡേ ഉണ്ട്. വെളിപ്പാട് പുസ്തകം പറയുന്നു, ആബാലവൃതം ജയമോ എന്റെ ദൈവത്തിന്റെ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നേ പറ്റൂ. ദൈവം ഉണ്ടെന്ന് പറയുന്നവനോ ദൈവം ഇല്ലെന്ന് പറയുന്നവനോ എല്ലാവരും ദൈവസിംഹാസനത്തിന് മുമ്പേ നിന്നേ പറ്റൂ. അന്ന് കർത്താവേ കർത്താവേ ചെയ്തെന്തോ നമ്മൾ എന്തെങ്കിലും വാക്കുകൊണ്ട് പറയുന്ന റിലീജിയസ് മതപരമായ ജീവിതത്തിനല്ല പ്രാധാന്യം, ഒരു റിലേഷൻ ലൈഫ്, വ്യക്തിബന്ധം. അതാ കർത്താവ് പറയുന്നത്. എൻ്റെ അമ്മയും സഹോദരനും ഒക്കെ ജഡത്തിൽ പറഞ്ഞാലോ, ആരാ എൻ്റെ അമ്മയും സഹോദരങ്ങളോ? എൻ്റെ ചുറ്റുമിരുന്ന് എൻ്റെ വചനം കേട്ടനുസരിക്കുന്ന ഇവരത്രേ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. ദൈവം നന്മ തരും, ദൈവം സൗഖ്യം തരും, ദൈവം വിടുതൽ തരും, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, എന്നിട്ട് റിലീജിയസ് ആയി മതപരമായി ജീവിക്കാൻ അല്ല ദൈവം വിളിച്ചത്. ഒരു റിലേഷൻ ലൈഫ്, ഒരു വ്യക്തി ബന്ധത്തിലേക്ക് യേശു വിളിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ. എബ്രായർ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും. നമുക്കെല്ലാം ഒരു ദൈവം ദൈവിച്ചിട്ടുണ്ട്. എന്തോ വന്നാലും, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും, നീ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്നേ പറ്റൂ. നമ്മളെല്ലാവരും അവിടെ കർത്താവേ കർത്താവേ ഞാൻ വിളിച്ചു എന്നല്ല അർത്ഥം, അവന്റെ ഇഷ്ടം ചെയ്യുന്നവരാ. ഇനി കർത്തൃമേശയിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോ നമുക്കൊരു തീരുമാനം എടുക്കാമോ? ഈ കർത്തൃമേശ വിളിച്ചറിയിക്കുന്ന ഏത് പുറത്തു വരാത്തനെ പുറത്ത്, അതാ പെസഹ, പുറത്ത് വിടത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോഴും അറക്കപ്പെട്ട കുഞ്ഞാടിനാൽ രക്തം തെളിച്ച സകല കുടുംബവും രക്ഷ പ്രാപിച്ച് പുറത്തു വന്നു. പക്ഷെ നമ്മളൊരു തീരുമാനം എടുക്കണം. ദൈവം പുറത്തു കൊണ്ടുവരും, സൗഖ്യം നടത്തും, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. പക്ഷെ വീണ്ടും റിലീജിയസ് ലൈഫിനല്ല, റിലേഷൻ ലൈഫ്. അന്നാളിൽ ഇത് വേർതിരിയുന്നൊരു സമയമുണ്ട്.
അപ്പൊ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് മാത്രമല്ല, സ്വർഗത്തിൽ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നു. എന്നിട്ട് യേശു രൂപം പറഞ്ഞു, 2 വീട് പണിക്ക് തുല്യമാണ്. ഒരുത്തൻ പെട്ടെന്ന് വീട് പണിഞ്ഞു, ആഴത്തിൽ വലിയ കുഴിയൊന്നും ഒടിക്കാതെ മണലിൽ കെട്ടിപ്പൊക്കി, നല്ല മനോഹരമായ വീട്. അപ്പുറത്തൊരു ഇച്ചിരി സമയമെടുത്ത് ആഴത്തെ കുറിച്ച് പാറയിട്ട് കെട്ടിപ്പൊക്കി. പക്ഷെ കാറ്റടിച്ചു, എല്ലാവർക്കും ഒരുപോലെ കാറ്റടിക്കും, പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ട്. വൻമര ചൊരിഞ്ഞു, നദിയുടെ വെള്ളം പൊങ്ങി, തീരത്ത് നിൽക്കുന്ന താൽക്കാലികമായി പണിഞ്ഞുണ്ടാക്കിയ മണലിൽ വന്നതിന്റെ മേൽ അടിച്ചു, അത് വീണു. പക്ഷെ വചനം കേട്ട് അനുസരിക്കുന്നവനോ പാറമേൽ ആഴത്തെ കുഴിച്ചു പണിയുന്നതാ. അവനേലും അടിച്ചു കാറ്റ്, അവനിലും നദിയുടെ വെള്ളം പൊങ്ങി, പക്ഷെ നിൽക്കാൻ ദൈവം ഇടയാക്കി. പ്രതിസന്ധി എല്ലാവർക്കും വരും. ദൈവത്തെ അറിയുന്നവനും അറിയാത്തവനും എല്ലാവർക്കും പ്രതിസന്ധി ഉണ്ടാവും. പക്ഷെ നീ നിൽക്കും, നീ നിൽക്കും. അത് ഇവിടുത്തെ പ്രതിസന്ധി മാത്രം നിൽക്കുന്നല്ല, അങ്ങ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോഴും അവിടെ ദൈവകോപത്തിന്റെ കാറ്റടിക്കുമ്പോ നിനക്ക് നിൽക്കാൻ പറ്റും. നിനക്കൊരടിസ്ഥാനം